തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു നേട്ടം അല്ല വോട്ടിംഗ് ശതമാനത്തിൽ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ പ്രിയ പ്രേക്ഷകരോട് എടുത്തു പറയട്ടെ, ആധികാരികമായൊരു കണക്ക് ഇപ്പോഴും വന്നിട്ടില്ല. ചെറിയ മാറ്റങ്ങൾ ഈ പെർസെൻറ്റേജിലൊക്കെ ഉണ്ടാകാം. എങ്കിൽ പോലും കഴിഞ്ഞ തവണ, അതായത് 2020 താരതമ്യം ചെയ്യുമ്പോൾ ഇക്കുറി വോട്ടിംഗ് ശതമാനത്തിൽ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകളിലേക്കെങ്കിലും നടന്ന തെരഞ്ഞെടുപ്പ് പോര് എന്നത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തന്നെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ്. പ്രമുഖരെ ഉൾപ്പെടെ കളത്തിലിറങ്ങിക്കൊണ്ടുള്ള വളരെ കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളൊക്കെയാണ് എല്ലാ മുന്നണികളും നടത്തിയത്. എങ്കിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ള ഡേറ്റയാണ് ഞാൻ ആദ്യമേ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഇതാ നോക്കൂ, ആദ്യഘട്ടത്തിൽ അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ഇങ്ങനെ 7 ജില്ലകൾ ആണ് ആദ്യഘട്ടത്തിൽ വിധി എഴുതിയത്. ആ ആദ്യഘട്ടത്തിലെ കണക്കുകൾ വരുമ്പോൾ ഇപ്പോൾ 70.9% എന്നതാണ് പോളിംഗ് നിരക്ക്. അതിൽ നേരിയ വ്യത്യാസം വന്നേക്കാം അന്തിമ ഡേറ്റകൾ പുറത്തു വരുമ്പോൾ. പക്ഷേ 2020 താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 3% കുറവാണ് രേഖപ്പെടുത്തുന്നത്. കാരണം 2020 ആകെ ഈ 7 ജില്ലകളിൽ രേഖപ്പെടുത്തിയിരുന്നത് 73.85% പോളിംഗ് ആയിരുന്നു. ഇത്തവണ അത് 70.9 എന്നതിലേക്ക് ചുരുങ്ങുകയാണ്. ഇനി നമ്മൾ ഓരോ ജില്ലകളിലെയും പോളിംഗ് ശതമാനം ആണ് ഡീറ്റെയിൽ ആയി പരിശോധിക്കുന്നത്. ഇതാ നോക്കൂ, തിരുവനന്തപുരം നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലേക്ക് അടക്കം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നടന്നുവെങ്കിലും അവിടെ 67.4% ആണ് ഇന്നലെ നടന്ന വോട്ടിങ്ങിലെ കണക്കുകൾ പുറത്തു വരുന്നത്. 2020 താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 3% കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് തിരുവനന്തപുരത്തെ ഡേറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് കൊല്ലത്ത് എന്തായിരുന്നു സാഹചര്യം എന്നാണ്. കൊല്ലം പരിശോധിക്കുമ്പോഴും 2020 73.51% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. അതിപ്പോൾ ഇതാ 70.36 എന്ന നിലയിലേക്ക് താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ. അവിടെയും കൊല്ലത്തും ഏതാണ്ട് 3% കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പത്തനംതിട്ടയിൽ പൊതുവെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മോശം പ്രകടനം എന്ന് തന്നെ പറയാം. 7 ജില്ലകളിലെ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ പത്തനംതിട്ടയാണ് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത്. 2020 69.72% ആയിരുന്നു പത്തനംതിട്ടയിലെ പോളിംഗ് ശതമാനമെങ്കിൽ ഇത്തവണ അത് 66.78% കുറഞ്ഞു. പൊതുവെ പോളിംഗ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ പത്തനംതിട്ടയുടെ 2020 സ്വഭാവവും ഇതുതന്നെയായിരുന്നു എന്നത് എടുത്തു പറയണം. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ വോട്ടെടുപ്പ് ആരംഭിച്ച ഘട്ടത്തിലൊക്കെ മികച്ച പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. 73.76% പേർ വോട്ട് രേഖപ്പെടുത്തി. 2020 കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 4% കുറവുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. 77.39 ആയിരുന്നു 2020 കണക്കുകൾ. ഇനി മധ്യ കേരളത്തിലേക്ക് കടക്കുമ്പോൾ അതിൽ ആദ്യത്തെ ജില്ല എന്നത് കോട്ടയമാണ്. കോട്ടയത്തും പോളിംഗ് ശതമാനം കുറഞ്ഞു. 73.95 നിന്ന് 70.94 കുറഞ്ഞു എന്ന് നമുക്ക് ഈ ഡേറ്റ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു. ഇനി മലയോര മേഖലകൾ ഉൾപ്പെടെ ഉള്ള ഇടുക്കി ആണ്. ഇടുക്കിയിൽ ആദ്യഘട്ടത്തിൽ 71.77 എന്നതാണ് പോളിംഗ് ശതമാനം. 74.68 എന്നതായിരുന്നു കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം. അവിടെയും 3%-ലേറെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നഗര കേന്ദ്രീകൃതമാകുന്ന പ്രദേശങ്ങളിൽ മാത്രമല്ല, പത്തനംതിട്ടയും ഇടുക്കിയും പോലെയുള്ള മലയോര മേഖലകൾ ഭൂമിശാസ്ത്രപരമായി മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വൈവിധ്യമുള്ള ജില്ലകളിൽ പോലും വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. ഇനി എറണാകുളത്തെയും കണക്കുകൾ ആണ് പരിശോധിക്കേണ്ടത്. എറണാകുളത്ത് ഇത്തവണ മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മികച്ച പോളിംഗ് തന്നെയാണ്. 74.58 എന്നതാണ്. 2020 പക്ഷേ ഇതിലും ഉയർന്നു നിന്നിരുന്നു, 77.28. പ്രിയ പ്രേക്ഷകരെ, എടുത്തു പറയേണ്ടത് ഈ 7 ജില്ലകളുടെ ഡേറ്റ പരിശോധിക്കുമ്പോൾ ഒരു ജില്ലയിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ മികവ് പുലർത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഓർക്കുക, ഇനിയൊരു 7 ജില്ലകൾ കൂടി പോളിംഗിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കണക്കുകൾ മാറുമോ എന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ കോർപ്പറേഷൻ നോക്കൂ. കോർപ്പറേഷനിൽ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷനിലേക്ക് പോകുമ്പോൾ 63.32% ആണ് അവിടെ പോളിംഗ്. നേരത്തെ അത് 66.22% ആയിരുന്നു. ഒപ്പം എറണാകുളത്തേക്ക് പോകുമ്പോൾ അവിടെ 65.52 ആയിരുന്നു കണക്കുകൾ. 2020 62.04 എന്നുള്ളതാണ്. അതാണ് കോർപ്പറേഷന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ കോർപ്പറേഷനിൽ പോളിംഗ് ഉയർന്നു നിൽക്കുന്നു എന്നത് ആശ്വാസകരമാകുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ തിരുവനന്തപുരത്തെ കണക്കുകൾ അപ്രകാരം പരിശോധിക്കുമ്പോൾ 58.24 എന്നതാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷന്റെ കണക്ക്.
തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ കുറവാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയത്. കാരണം 2020 താരതമ്യം ചെയ്യുമ്പോൾ 70.02 അന്നത്തേത്. ഇപ്പോഴിതാ 67.4 എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇങ്ങനെ പൊതുവെ കണക്കുകൾ പറയുന്നത് നിരാശപ്പെടുത്തുന്ന ഒന്നാണ്. നമ്മൾ ഒരു ഡേറ്റ കൂടി ഒന്ന് പങ്കുവയ്ക്കാം പ്രേക്ഷകരുമായി. ആ ഡേറ്റ എന്നത് ഈ സൂചിപ്പിക്കുന്ന പോലെ ഏതൊക്കെ ജില്ലകളിൽ ആയിരുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ഇങ്ങനെ 7 ജില്ലകളിലേക്കാണ് വോട്ടെടുപ്പ് ഇന്നലെ പൂർത്തിയായത്. ഈ 7 ജില്ലകളെ പരിശോധിക്കുമ്പോൾ അതിൽ 7 ജില്ലാ പഞ്ചായത്തുകളുണ്ട്. ആ 7 ജില്ലാ പഞ്ചായത്തുകളിലെ 164 ഡിവിഷനുകളിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനി കോർപ്പറേഷനുകൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കോർപ്പറേഷനുകളും അതുമായി ബന്ധപ്പെട്ട കണക്കുകളും ഒക്കെ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ പോലും ഈ കോർപ്പറേഷനുകളുടെ ഒരു ഡേറ്റ മൊത്തത്തിൽ പരിശോധിച്ചാൽ ആകെയുള്ള വാർഡുകളുടെ എണ്ണം, അതായത് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം എന്നിങ്ങനെ 3 കോർപ്പറേഷനുകളിലെ വോട്ടെടുപ്പാണ് പൂർത്തിയായിട്ടുള്ളത്. ഇനി തൃശ്ശൂരും കോഴിക്കോടും കണ്ണൂരും നാളെ വിധി എഴുതാൻ പോവുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ പട്ടിക പരിശോധിക്കുമ്പോൾ ആകെ വാർഡുകളുടെ എണ്ണം എന്നത് 233 ഈ 233 വാർഡുകളിലേക്ക് ഉള്ള പോളിംഗ് ആണ് പൂർത്തിയായിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചു പോകുന്നത്, ചില മേഖലകളിൽ വോട്ടെടുപ്പ് നടന്നിരുന്നില്ല. അതിന് കാരണം അവിടുത്തെ സ്ഥാനാർത്ഥികൾ മരണപ്പെട്ടതാണ്. ആ ഡേറ്റ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് പകരം മുഴുവൻ കണക്കുകളും ആണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഒപ്പം 75 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും പൂർത്തിയായി. ആ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 1090 വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് നടന്നത്. മുനിസിപ്പാലിറ്റികളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 39 മുനിസിപ്പാലിറ്റികൾ ആണ് ഇതിനോടകം വിധിയെഴുതിയത്. 1371 വാർഡുകൾ. ഗ്രാമപഞ്ചായത്തുകൾ പരിശോധിക്കുമ്പോൾ 471 ഗ്രാമപഞ്ചായത്തുകൾ ആണ് ഉള്ളത്. ആ ഗ്രാമപഞ്ചായത്തുകളിൽ 8310 വാർഡുകൾ ആണുള്ളത്. അങ്ങനെ ഏതാണ്ട് പകുതിയോളം പേരുടെ വോട്ടുകൾ ഇതിനകം തന്നെ പെട്ടിയിലായി കഴിഞ്ഞു എന്ന് നമുക്ക് സാങ്കേതികമായി പറയാൻ സാധിക്കുന്നു. ഇത്രയും സീറ്റുകളിലേക്ക് അല്ലെങ്കിൽ വാർഡുകളിലേക്ക് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ പലയിടത്തും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ, കൊച്ചി പോലുള്ള മേഖലകളിൽ എങ്കിലും ചതുഷ്കോണ മത്സരം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പക്ഷേ 2020 താരതമ്യം ചെയ്യുമ്പോൾ വോട്ട് ശതമാനം കുറഞ്ഞിരിക്കുന്നു. അത് ശരാശരി നമുക്ക് 3% കുറവ് എന്ന് വിലയിരുത്താം. എന്തുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചത്? VV അരുണിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ അതിശക്തമായ ഒരു മത്സരം നടന്നപ്പോൾ പോലും എന്തുകൊണ്ടായിരിക്കാം അരുൺ വോട്ട് ശതമാനം ഇങ്ങനെ കുറഞ്ഞു പോയത്? അതിൻ്റെ ഒരു ഉത്തരം രാഷ്ട്രീയ പാർട്ടികൾ ശേഖരിക്കുന്നതേ ഉള്ളൂ. കാരണം അവർക്കും അഭിലാഷ് സൂചിപ്പിച്ച പോലെ വലിയ കാടടച്ചുള്ള പ്രചരണമായിരുന്നു. ഒരു മാസത്തോളം മുന്നണികൾക്ക് പ്രചരണ രംഗത്ത് ലഭിച്ചിരുന്നു. കൃത്യമായി ഓരോ വോട്ടറെയും നേരിൽ കണ്ട് വോട്ട് ചേർക്കാൻ കഴിയുന്നു. മറ്റൊരു കാരണം അവരിപ്പോൾ സംശയിക്കുന്നത്, അതായത് ഈ വോട്ട് പലയിടത്തും ചിതറിപ്പോയി, ഒരു വോട്ടർ പട്ടികയിൽ വലിയ പിഴവുണ്ട് എന്ന് പൊതുവിൽ മുന്നണികൾ കരുതുന്നുണ്ട്. ഒരു വീട്ടിലെ വോട്ട് തന്നെ പല വാർഡുകളിലേക്ക്, സാധാരണ ചില ബൂത്തുകളൊക്കെ മാറിപ്പോകാറുണ്ട്, പക്ഷേ ഇത്തവണ പല വാർഡുകളിലേക്ക് പോയ ഒരു സാഹചര്യമുണ്ട്. ഒരു കുടുംബത്തിലെ വോട്ടുകൾ പല വാർഡുകളിലേക്ക് പോകുന്നു. അടുത്തടുത്ത വീട്ടുകളിലെ വോട്ടുകൾ അതുപോലെ മറ്റു വാർഡുകളിലേക്ക് പല വാർഡുകളിലായി മാറിപ്പോകുന്നു. സ്കാറ്റേഡായി എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അത് ഈ വോട്ടെടുപ്പിനെ ബാധിച്ചു. തിരുവനന്തപുരത്തെ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ലഭിക്കുമായിരുന്ന 200ഓളം വോട്ട്, ഇടതുമുന്നണിക്ക് ലഭിക്കേണ്ടത് 200ഓളം വോട്ടുകൾ ആളുകൾ വോട്ട് ചെയ്യാൻ വന്നിട്ട് വോട്ടില്ലാതെ മടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. ചിലതൊക്കെ മറ്റു വാർഡുകളിൽ പോയി വോട്ട് ചെയ്യാൻ സന്നദ്ധരായി, മറ്റു പലരും അതിന് മെനക്കെടാതെ പോയിട്ടുണ്ട്. കോൺഗ്രസും സമാനമായ പരാതി പങ്കുവയ്ക്കുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക ശരിയായിരുന്നില്ല, വോട്ടർ പട്ടിക വലിയ പിഴവുകൊണ്ട്. ഇന്നലെ വൈകുന്നേരം സംസാരിക്കുമ്പോൾ കെ മുരളീധരനടക്കം അത് ചൂണ്ടിക്കാട്ടിയിരുന്നു. പട്ടികയിൽ വലിയ പോരായ്മകളും പരിമിതികളും ഉണ്ടായിരുന്നു. അതൊരു പ്രശ്നമായി പാർട്ടികൾ കാണുന്നുണ്ട്. പിന്നീട് നഗര മേഖലകളിൽ സ്വാഭാവികമായും വോട്ടെടുപ്പിനോട് ആ ഒരു പ്രതിപത്തി നേരത്തെ തിരുവനന്തപുരം നഗരസഭയുടെ കാര്യത്തിൽ ഉണ്ടാകാറില്ല. അതും ഒരു കാരണമാണ്. ഏതായാലും ഇത്രയധികം ശക്തമായ പ്രചരണം നടത്തിയിട്ടും പരമാവധി ആളുകൾ നേരിൽ കണ്ട സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നൊരു ആശങ്കയായ മുന്നണികൾക്ക് മുന്നിലുണ്ട്. പക്ഷേ അതിന് പ്രധാനപ്പെട്ട കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ വോട്ടർ പട്ടികയിലെ അപാകതകളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു പട്ടിക വരുമ്പോൾ അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് പലതവണ വിധേയമാക്കിയാണ്. എന്നിട്ട് പോലും ചിലയിടത്തൊക്കെ ഇരട്ട വോട്ടുകളുടെ പ്രശ്നമുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ഏറ്റവും നമുക്ക് വളരെ പ്രത്യക്ഷ ഉദാഹരണം പറയുകയാണെങ്കിൽ നടൻ മമ്മൂട്ടിയുടെ കാര്യം കൊച്ചിയിലാണ്. അതൊരു കൊച്ചിയിലെ മാത്രം ഒരു പ്രതിഭാസമായിരുന്നില്ല. പലയിടങ്ങളിലും അത്തരം പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ പല ബൂത്തുകളിലും പോകുമ്പോൾ ആളുകൾ വന്ന് വോട്ടർ പട്ടികയിൽ പേരില്ലാതെ മടങ്ങിപ്പോകുന്നത് നേരിട്ട് കണ്ടിരുന്നു. അതൊരു പ്രധാന കാരണമായി രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അഭിലാഷ്.
യെസ്, എന്തായാലും സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്തുകൊണ്ട് ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ഡേറ്റയും വിവരശേഖരണവും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ നടത്താൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഇത്തവണ 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ് 7 ജില്ലകളിൽ. ഇനി 7 ജില്ലകളിലേക്കുള്ള വോട്ടെടുപ്പ് കൂടി പൂർത്തിയാകുമ്പോഴാണ് ടോട്ടൽ കണക്ക് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. അരുൺ, ദയവായി തുടരുക. കാരണം ഈ വോട്ടിംഗ് ശതമാനം കൂടുമ്പോഴൊക്കെ മുന്നണികൾക്ക് ചില പ്രതീക്ഷകൾ ഉണ്ടാകും. ആ പ്രതീക്ഷകൾ എപ്രകാരമെന്ന് ആണ് നമുക്ക് ഇനി പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. അതിനു മുമ്പ് ഞാൻ അരുണിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഈ വോട്ടിംഗ് ശതമാനത്തെ കണക്കാക്കിക്കൊണ്ടുള്ള മുന്നണികളുടെ ഒരു സാമാന്യ പ്രതീക്ഷ, അതൊരു പ്രാഥമികമായ വിലയിരുത്തലാണ്. അരുൺ സൂചിപ്പിക്കുന്ന പോലെ പാർട്ടികൾ കേഡർ സംവിധാനമുള്ള CPM-നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അരിച്ചു പെറുക്കി തന്നെ അവർക്ക് കണക്കുകൾ വിലയിരുത്താൻ സാധിക്കും. മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വന്നുകൊണ്ട് എന്തു വിജയപ്രതീക്ഷ പറഞ്ഞാലും അവർക്ക് പരാജയപ്പെടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളെക്കുറിച്ച്, സീറ്റുകളെക്കുറിച്ചൊക്കെ അവർക്ക് നേരത്തെ തന്നെ കണക്കാക്കി മനസ്സിലാക്കാൻ സാധിക്കും. കോൺഗ്രസ് പാർട്ടിക്കും NDA-ക്കും ഒക്കെ ഇപ്പോൾ അതുപോലെ ഏതാണ്ട് സാധിക്കും എന്നുള്ളതാണ്. എങ്കിലും പ്രേക്ഷകരെ ആദ്യം പങ്കുവയ്ക്കുന്നത് LDF-ന്റെ പ്രതീക്ഷകൾ തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ടത് കോർപ്പറേഷനുകൾ നിലനിർത്താം എന്ന് തന്നെയാണ്. ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞുവെങ്കിലും LDF-ന്റെ പ്രതീക്ഷ എന്നതാണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020-ൽ 6 കോർപ്പറേഷനുകളിൽ 5 കോർപ്പറേഷനുകളും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷം ഭരിക്കുന്ന 3 കോർപ്പറേഷനുകൾ തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, ഈ 3 കോർപ്പറേഷനുകളിലും വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ ആ കോർപ്പറേഷനുകൾ നിലനിർത്താൻ പറ്റും എന്ന് തന്നെയാണ് ഇപ്പോഴും LDF-ന്റെ പ്രതീക്ഷ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് തിരുവനന്തപുരവും കൊല്ലവും നിലനിർത്തും എന്ന് പറയുമ്പോൾ പോലും തിരുവനന്തപുരത്ത് ഒരല്പം സീറ്റ് കുറഞ്ഞേക്കാം എന്ന സാധ്യതയാണ് കാണുന്നത്. 50-ലധികം സീറ്റുകൾ നേടിക്കൊണ്ടാണ് ഇപ്പോൾ ഇടതുപക്ഷം ഭരണത്തിലിരിക്കുന്നതെങ്കിൽ ആ സീറ്റ് നില കുറയാൻ സാധ്യതയുണ്ട് എന്ന ഒരാശങ്ക ഇടതുമുന്നണിക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴും അത് അധികാരത്തിൽ നിന്ന് താഴെ പോകുന്ന ഒരു കണക്കിലേക്ക് എത്തില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷം കരുതുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തുകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ 6 ജില്ലാ പഞ്ചായത്തുകൾ, ഓർക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, ഈ 6 ജില്ലാ പഞ്ചായത്തുകളിലും ഇത്തവണയും വിജയമുറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് LDF-ന്റെ പ്രതീക്ഷ. അപ്പോൾ പിന്നെ ഒരെണ്ണം ഏതാണ്? അത് എറണാകുളമാണ്. 7 ജില്ലകളിലേക്ക് വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ എറണാകുളം ഒഴികെ ഉള്ള ജില്ലാ പഞ്ചായത്തുകൾ ഇത്തവണയും നിലനിർത്തും. അതേസമയം കഴിഞ്ഞ തവണത്തെ കണക്ക് പരിശോധിച്ച 14 ജില്ലകളിൽ 10ഇടത്തും ഇടതുമുന്നണിയാണ് മുന്നിട്ട് നിന്നത് എന്നുള്ളതാണ്. ഇനി മുനിസിപ്പാലിറ്റികളിലേക്ക് വരുമ്പോൾ മുനിസിപ്പാലിറ്റികളുടെ കണക്കുകൾ പരിശോധിച്ചാൽ മുനിസിപ്പാലിറ്റികളിൽ ഏറെയും ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റാണ് 2020-ൽ പല മുനിസിപ്പാലിറ്റിയിലും നടന്നതെങ്കിലും മേൽക്കൈ നിലനിന്നിരുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാണ്. അവിടെയും ഇടതുപക്ഷം ഇത്തവണ ആ മേൽക്കൈ നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് പുലർത്തുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഡേറ്റ കൂടി പരിശോധിക്കാം. ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇത്തവണ ആധിപത്യമുണ്ടാകും, ഗ്രാമപഞ്ചായത്തുകളിലും ആ ആധിപത്യമുണ്ടാകും എന്ന് തന്നെ ഇടതുപക്ഷം പ്രതീക്ഷിക്കുകയാണ്. ഒരു കണക്ക് പറയുന്നത്, അതായത് 152 ബ്ലോക്കുകളിൽ 111 ബ്ലോക്കുകളിലും മുന്നിട്ട് നിൽക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ആയിരുന്നു. അതുകൊണ്ട് തന്നെ LDF-ന്റെ പ്രതീക്ഷ ഇപ്രകാരമാണ് പ്രേക്ഷകരെ ഈ വോട്ടെടുപ്പ് കഴിയുമ്പോൾ നിലവിൽ ഉള്ളത് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് സ്വാഭാവികമായി UDF-ന്റെ പ്രതീക്ഷ എന്ത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം UDF-ഉം ഇത്തവണ വലിയ പ്രചാരണം തന്നെയാണ് നടത്തിയത്. പ്രത്യേകിച്ച് കോർപ്പറേഷനുകളിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അവരെ കളത്തിലിറക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണം നടത്തുന്നു. അതും പ്രമുഖരായ ആളുകളെ, തിരുവനന്തപുരത്ത് ശബരിനാഥിനെ പോലെയൊക്കെ മുൻ MLA സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥി, അങ്ങനെയൊക്കെ ഉള്ള ആളുകളെ അടക്കം രംഗത്തിറക്കി മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ പ്രചാരണം നടത്തിയാണ് UDF കളത്തിലിറങ്ങിയത്. അവിടെ ഏറ്റവും പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് പക്ഷേ തിരുവനന്തപുരത്തല്ല, കൊച്ചിയിലാണ് എന്നതാണ്. കൊച്ചി കോർപ്പറേഷൻ ഇത്തവണ തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. NDA-ക്കും അതോടൊപ്പം തന്നെ 2020-ക്കും നിശ്ചിത വോട്ട് ലഭിച്ചാൽ പോലും UDF-ന് ഒരു തിരിച്ചുവരവിന് കളം ഒരുങ്ങുന്നു. അതായത് വ്യാവസായിക തലസ്ഥാനമായ കൊച്ചി ഇത്തവണ തങ്ങളുടെ കയ്യിലായിരിക്കും എന്ന വലിയ പ്രതീക്ഷയാണ് അവർ പുലർത്തുന്നത്. അപ്പോൾ കണ്ണൂരിന് പുറത്ത് UDF ഏറ്റവും വലിയ പ്രതീക്ഷ പുലർത്തുന്നത് ഇത്തവണ കൊച്ചിയിലാണ് എന്നുള്ളതാണ്. ഇനി ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്തെക്കുറിച്ച്. തിരുവനന്തപുരത്ത് പക്ഷേ ഈ ശക്തരായ സ്ഥാനാർത്ഥികളെയൊക്കെ രംഗത്തിറക്കി എങ്കിലും അവിടെ നില കൂടുതൽ മെച്ചപ്പെടും എന്നതിനപ്പുറത്ത് ഭരണത്തിലേക്ക് എത്തുമോ എന്നതിൽ ഈ വോട്ടെടുപ്പ് കഴിയുമ്പോൾ UDF-ന് സംശയമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം കൊല്ലമാണ്. കൊല്ലത്ത് ഒരു അട്ടിമറി സാധ്യതയുണ്ട് എന്ന് കൊല്ലത്തെ പ്രാദേശിക നേതാക്കൾ പറയുന്നുണ്ട് എന്നതാണ്
നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നേതൃത്വം അതിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ കൊല്ലത്ത് വലിയ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കുന്ന പോലെ അല്ല വോട്ടർമാർ ഇത്തവണ വോട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് കൊല്ലത്തെ ആളുകൾ പറയുന്നത് എന്നുള്ളതാണ്. എറണാകുളത്തേക്ക് വരുമ്പോൾ നിലവിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത്, ഓർക്കുക എറണാകുളം കോർപ്പറേഷൻ അല്ല, കൊച്ചി കോർപ്പറേഷൻ അല്ല, എറണാകുളം ജില്ലാ പഞ്ചായത്ത് UDFന്റെ മേൽക്കൈ ആണ് ഉള്ളത്. അത് നിലനിർത്താൻ സാധിക്കും എന്നതാണ് ഇത്തവണ അവർ പ്രതീക്ഷയായി പറയുന്നത്. ഒപ്പം